ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു LCFX. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ആക്ച്വലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് അഡ്വാൻസ് ലെവലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബേസിക് കൺസെപ്റ്റാണ് ആക്ച്വലി. അപ്പോൾ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്, ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് റെസിസ്റ്റൻസ് ആവുന്നു, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് അത് സപ്പോർട്ട് ആവുന്നു. ഈ നമുക്ക് ഏതാണ് നല്ല സപ്പോർട്ട്, ഏതാണ് നല്ല റെസിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ്. നമുക്ക് ബേസിക്കായിട്ട് കോമൺ ആയിട്ട് നമുക്കറിയാം, പ്രൈസ് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലോട്ട് തിരിച്ചു വന്ന് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് ലെവലിലേക്ക് പോകും. അപ്പോൾ ആക്ച്വലി ഇതാണ് ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൺസെപ്റ്റ്. ഓക്കെ, ഈ ഒരു താഴെയുള്ളത് സപ്പോർട്ട്, ഇത് റെസിസ്റ്റൻസ്. പ്രൈസ് മൾട്ടിപ്പിൾ ടൈം ഈ റെസിസ്റ്റൻസിലും സപ്പോർട്ടിലും ടച്ച് ചെയ്ത് അതൊരു ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷമാണ് നമ്മൾ എൻട്രിയും കാര്യങ്ങളും, അതായത് ബേസിക് ലെവലിൽ എൻട്രിയും കാര്യങ്ങളും എടുക്കുന്നത്. ദെൻ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് ആവുന്നു, ദെൻ അവിടുന്ന് എൻട്രിയും കാര്യങ്ങളും എടുക്കുന്നു. അങ്ങനെയാണ് ആക്ച്വലി കോമൺ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എൻട്രിയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ കുറച്ചും കൂടിയും അഡ്വാൻസ് ആയിട്ട്, നമുക്കറിയാം മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും, ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഏതാണ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതുള്ള ഒരു, ഏതാണ് ആക്ച്വലി നല്ല സപ്പോർട്ട് നല്ല റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നമ്മളതിനെ ലൈവ് ചാർട്ടിൽ തന്നെ എക്സാമ്പിളായിട്ട് കാണിക്കാം. അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലൈൻ അതിനു മുമ്പായിട്ട് സപ്പോർട്ട് എന്നതൊരു നമുക്കൊരു 3 ടൈപ്പാണ്: സപ്പോർട്ട്, റെസിസ്റ്റൻസ്, കണ്ടിന്യൂവേഷൻസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് സപ്പോർട്ടാണ്, ഏത് ടൈപ്പ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഹൈ പ്രോബബിൾ ആയിട്ട്. അതായത് ഒന്നാമത്തതാണ് എ ലെവൽ സപ്പോർട്ട്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ദെൻ ബി ലെവൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് ലൈൻ ചാർട്ടിൽ കാണിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 2 ടൈപ്പാണുള്ളത്, ഒന്ന് എ ലെവൽ, ഒന്ന് ബി ലെവൽ, പിന്നെ ഒന്ന് ക്യാൻഡിലാണ് കാണിച്ചു തരാൻ പറ്റുക, കണ്ടിന്യൂവേഷൻസ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ച് കാണിക്കാം, ലൈവിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിനൊരു ഈ ഒരു പോയിന്റ് ഓഫ് ഈ ഒരു ലൈൻ, ഇതും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് പ്രൈസ് വൺസ് ഇവിടെ ബുള്ളിഷ് ക്യാൻഡിലാണ്, ഇത് ബുള്ളിഷ് സപ്പോർട്ട് ഏരിയയാണ്. പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് മാർക്കറ്റ് റീടെസ്റ്റ് പോകും. ഇതും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു ക്യാൻഡിലിൻ്റെ, അതിനെ ബൈ ടു സെൽ വിക്സ് ഏരിയ എന്ന് പറയും. ഒരു സപ്പോർട്ട് ഏരിയ ആണ്, അതായത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന ഏരിയ. ഇത് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞാനത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ലൈൻ ചാർട്ടാക്കാം. നമുക്കിത് ഏത് ടൈം ഫ്രെയിമിൽ എടുക്കാം, എന്നാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് 1 hour, 4 hour, ഡെയിലി, വീക്ക്ലി. ഏറ്റവും ചെറിയ ടൈം ഫ്രെയിം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുക്കുന്ന നല്ലത് 1 hour തൊട്ട് മുകളിലോട്ടാണ്. അതായത് 1 hour, 4 hour, ഡെയിലി, വീക്ക്ലി, മന്ത്ലി. നമ്മൾ ലൈൻ ചാർട്ടിലേക്ക് പോകണം ആദ്യം തന്നെ. ഓക്കെ, ലൈൻ ചാർട്ട്, ഇതാണ് ലൈൻ ചാർട്ട്. ഇപ്പോൾ ഇത് ക്യാൻഡിൽ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ അതിൽ പോയിട്ട് എ ലെവൽ ആൻഡ് ബി ലെവൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുമ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ പോയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഹിസ്റ്റോറിക്കലും നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഡെയിലി ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 4 hour ക്യാൻഡിൽ ക്ലോസ് ചെയ്ത്, നമ്മൾക്കിപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലല്ലേ, ഏകദേശം ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഏരിയകൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഏകദേശം ഈ ഒരു ഏരിയയിലത്തെ, അതായത് ഫ്രഷ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എ ലെവൽ ആൻഡ് ബി ലെവൽ. എന്താണ് എ ലെവൽ ആൻഡ് ബി ലെവൽ? ലൈക്ക് നമുക്ക് ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ബി ലെവലാണ്. ലൈക്ക് ദിസ്, ഈ ഒരു ഷേപ്പ് മാർക്കറ്റ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഓക്കെ,
ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് വി ലെവൽ, ഏകദേശം ഒരു വി രൂപത്തിലല്ല മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ദെൻ മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടെ നിന്ന് ഒരു എ ലെവൽ, ഇതൊരു എ ലെവൽ അല്ലേ, ഇതൊരു എ പോലെ അല്ലേ, ഈ ഒരു ഏരിയ ഏകദേശം ഈ ഒരു പോയിന്റ് ഇത് ലൈക്ക് ഒരു എ പോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, സോറി, ഇതിങ്ങനെ. ഓക്കെ, കറക്റ്റായിട്ട് വരുന്നില്ല. ഓക്കെ, ഇതെന്താണ് സ്കെച്ച്. ഓക്കെ, പിന്നെ ഇത് വി ലെവൽ, ഇത് എ ലെവൽ. ഓക്കെ, ദെൻ ഇതത്ര ക്ലിയർ ആയിട്ടുള്ളൊരു എ അല്ലെങ്കിലും കൂടി നമുക്ക് ഇതെടുക്കാം. ഇതൊരു എ ലെവൽ, ദെൻ ഇതൊരു എ ലെവൽ. ഓക്കെ, ഇതൊക്കെയാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള എ ലെവൽ. ഇത് എ, ഇത് വി ലെവൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി ലൈവ് മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇതൊരു നല്ലൊരു എ ലെവൽ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് മാറി. നമ്മളിനി ഇതൊക്കെ മാർക്ക് ചെയ്ത് പോവാണ്. ഇത് ലാസ്റ്റ് മാർക്ക് ചെയ്ത ഏരിയകളൊക്കെ നമുക്ക് നോക്കാം. ഇത് വി ലെവലാണ്, ഇത് എ ലെവൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിപ്പോൾ എവിടെ നിന്നാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു എ ലെവൽ ഉണ്ട്. ഓക്കെ, ഇവിടെ എ ആൻഡ് ബി സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഓക്കെ, എ ആൻഡ് ബി, നമ്മൾ ഈ ഒരു സപ്പോർട്ട് ഏരിയകൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, then ഇതൊരു ഗുഡ് ബി ആണ്. ഓക്കെ, നമുക്ക് ഈ മാർക്ക് ചെയ്ത ഏരിയകളൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഇത് റഫായിട്ട് മാർക്ക് ചെയ്തതാണ് ആക്ച്വലി. നമുക്ക് നോക്കി നോക്കാം ഈ ഏരിയകളൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. കണ്ടില്ലേ? അപ്പോൾ ഈ ഏരിയകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ, ഇപ്പോൾ ഈ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തവണ വന്നു, രണ്ടാമത്തെ തവണ വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഈ ഒരു സപ്പോർട്ട് അത് ആക്ട് ചെയ്തിട്ടില്ല. ദെൻ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അഥവാ ഒരു സപ്പോർട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പിൻ പോയിന്റ് ആക്യുറസിയാണ്. ഇത് ഏതാ ലൈൻ? യെസ്, ഇത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 1 hour ആണ് എടുത്ത്. നമുക്ക് 4 hour എടുക്കാം, ഡെയിലി എടുക്കാം, വീക്ക്ലി എടുക്കാം, മന്ത്ലി എടുക്കാം. ഓക്കെ, അപ്പോൾ യെസ്, ഈ ഒരു ഏരിയ എന്നാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു വി ലെവൽ ഏരിയ എന്നാണ് ഈ ഒരു മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് മന്ത്ലി ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ GBP/USD എന്ന് പറഞ്ഞ പെയറാണിത്. അപ്പോൾ ഈ GBP/USD എന്ന് പറഞ്ഞ പെയർ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു വി ലെവൽ ഉണ്ട്. ആ ഒരു വി ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എങ്ങനെയാണ് നല്ല പവർഫുൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് വേറെ കാണാൻ പറ്റും. ഇതൊരു സപ്പോർട്ടാണ്, ഇത് അങ്ങനെ. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ലൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ലൈൻ ഇവിടെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൈസിൽ തന്നെ, ഈ ഒരു ലെവലിൽ തന്നെ കണ്ടോ പ്രൈസ് മൾട്ടിപ്പിൾ ടൈപ്സ്, അതായത് ഒരുപാട് തവണ തന്നെ വന്നിട്ട് ആക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് റിഫൈൻ ചെയ്യാൻ പറ്റിയതാണ് ആക്ച്വലി വി ആറ്റ് എ ലെവൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ദെൻ മൂന്നാമത്തതാണ് കണ്ടിന്യൂവേഷൻ സപ്പോർട്ട്. എങ്ങനെയാണ് കണ്ടിന്യൂവേഷൻ സപ്പോർട്ട്? നമ്മൾ പറഞ്ഞു ഈ ഒരു ക്യാൻഡിൽസ് ഇപ്പോൾ 1 hour ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്വിംഗ് ഹൈ, ഒരു സ്വിംഗ് പോയിന്റ്, എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. യെസ്, ഈ ഒരു ഗ്യാപ്പ് ഇതൊരു കണ്ടിന്യൂവേഷൻ സപ്പോർട്ടാണ് 1 hourൻ്റെ. ഇതൊരു കണ്ടിന്യൂവേഷൻ സപ്പോർട്ടാണ്. ഇത് കണ്ടിന്യൂവേഷൻ സപ്പോർട്ടാണ്. ഇത് ഫ്രഷ് അല്ല, എന്നാലും കണ്ടിന്യൂവേഷൻ സപ്പോർട്ടാണ്. മാർക്കറ്റ് ഇവിടെ തട്ടിയിട്ട് നേരെ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ദെൻ ഇവിടെയൊക്കെ ഉണ്ട് ഈ ഒരു സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ഈ ഒരു ഏരിയ നമുക്കത് ലൈൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു നേർത്ത ഒരു ചെറിയൊരു ബെൻഡ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ജസ്റ്റ് ഇതിപ്പോൾ ഇങ്ങനെ ലൈനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബെൻഡാണ് ആക്ച്വലി. ഇപ്പോൾ അതൊരു സപ്പോർട്ടാണ്. നമുക്ക് എങ്ങനെയാണ് കണ്ടാൽ ഇത് നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സപ്പോർട്ടാണ്, ഇത് സപ്പോർട്ടാണ്. ഈ ക്യാൻഡിൽ ക്ലോസ് ആവുന്നത് ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഈ ഒരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ ഒരു 1 ഹവറിൻ്റെ മിനിമം 1 ഹവറെങ്കിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ നോക്കാം. ഓക്കെ, അതുപോലെ ഓക്കെ. അപ്പോൾ ഈ ഒരു 1 ഹവറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ സപ്പോർട്ട് ചെയ്താണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്, ദെൻ ഇതും ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അങ്ങനെ 1 ഹവറിൽ സപ്പോർട്ട് ഏരിയകൾ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളിപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ബി ലെവലും ഇതൊക്കെ എ ലെവൽ സപ്പോർട്ട് ഏരിയകളായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ ടച്ച് ചെയ്തിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈവ് മാർക്കറ്റാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതിനുള്ള മറ്റുള്ള ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു എ ലെവൽ ബി ലെവൽ സപ്പോർട്ട് ഏരിയ, ദെൻ കണ്ടിന്യൂവേഷൻ സപ്പോർട്ട് കണ്ടില്ലേ, ഇതൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള എ ലെവൽ സപ്പോർട്ട് ഏരിയ ആണ്. ഇനി നമുക്ക് ഇവിടെ ഉണ്ട്, അതുപോലെ ബി ലെവലുണ്ട്. ഇതൊന്നും എ ലെവലല്ല, ഇതൊക്കെ കണ്ടില്ലേ ഒരു എന്തൊരു മെസ്സി ആയിട്ടുള്ള ഒരു അത്ര ഷാർപ്പല്ല. ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.